കുറച്ച് സിസ്റ്റർമാരും ICT സിസ്റ്റർമാരും ഡോക്ടർമാരും നമ്മളിപ്പം പരിശ്രമിച്ചിരിക്കുന്നു കേട്ടോ. ഓരോ എടുത്ത് പറയണം, കാരണം ഓരുണ്ടായോണ്ട് സെക്യൂരിറ്റിമാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നിങ്ങൾ ആ വീഡിയോ അവിടുന്ന് ഇറങ്ങുന്ന വീഡിയോ എടുത്ത് നോക്കിയാൽ തന്നെ കറക്റ്റ് കാണാം. നമ്മളെടുത്ത് പൊന്തിച്ച് സ്റ്റെപ്പിന് എടുത്ത് ഇത് ബെഡ് പൊന്തിച്ചിട്ടാണ് ഇറക്കണ്. എന്നിട്ട് ഇറക്കി കഴിഞ്ഞിട്ടും ഒരു സൂപ്രണ്ട് ആയി കൂടെ കാർ ഓടിച്ച് വരുന്നത്. സൂപ്രണ്ട് ശരിക്കും അവിടെ നിന്ന് നടന്നു വന്നാൽ മതി. ആംബുലൻസ് വരുന്നിടയിൽ കൂടെ സൂപ്രണ്ട് വണ്ടിയും കൊണ്ടാണ് വരുന്നത് അത്രയും തിരക്കിന്റെ ഉള്ളിലേക്ക്. അതൊക്കെ മോശമുള്ള പരിപാടിയല്ലേ. അവിടുത്തെ എമർജൻസി എക്സിറ്റ് ഒക്കെ ലോക്കായിരുന്നു പറഞ്ഞത്. എമർജൻസി എക്സിറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് ഈ ലാസ്റ്റത്തെ ഫസ്റ്റത്തെ ചെങ്ങല വെച്ച് പൂട്ടിയിരിക്കുകയാണ്. അത് ഒന്ന് തുറക്കാൻ പറ്റുന്നു, ഒന്ന് അടിയിൽ നിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഒന്ന് അടിയിൽ നിന്ന് ലോക്ക് ചെയ്തിരിക്കുക, ഒന്ന് ചെങ്ങല വെച്ച് പൂട്ടിയിരിക്കുക. ആ ചെങ്ങല വെച്ചിട്ട് തുറന്ന് ഒരു സൈഡിൽ കൂടെ അതിലെ പേഷ്യന്റിനെ കൊണ്ടുവരാൻ പറ്റൂല. ആൾക്കാരെയാണ് ഇറക്കി വിടാൻ പറ്റുള്ളൂ. പേഷ്യന്റിന്റെ കൂടുതലുള്ള ആൾക്കാരെയാണ് അതിൽ ഇറക്കി വിടാൻ പറ്റുള്ളൂ. ഇത് വെന്റിലേറ്ററിൽ ഇത് വരുന്ന ഒരു പേഷ്യന്റ് അതിൽ കൂടെ കയറൂല. അതിനു വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി ഇപ്പുറത്തെ ഡോറ് ചവിട്ടി പൊളിച്ചിട്ട് അതിൽ കൂടെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതിൽ കൂടെ കൊടുന്നതിന്റെ സ്റ്റെപ്പ് ഇറക്കി ഇതാക്കിയിട്ടാണ് ഓടുന്നത്. പിന്നിട്ടാണ് ആംബുലൻസിൽ കയറ്റിച്ച് ഇങ്ങോട്ട് എത്തിച്ചത്. വളരെ ഇതാണ്. അവിടെ എമർജൻസി ഡോർ ഇല്ല. ഒരു പേഷ്യന്റിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ട് എമർജൻസി ഡോർ ഇല്ല. അത് അവരെ പരാജയം തന്നെയാണ്. ഇപ്പൊ ഈ മാറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു മണിക്കൂറായിട്ടുള്ള ഞങ്ങൾ സമാധാനമായിട്ട് ഇരുന്നിട്ട് IC കിട്ടിച്ച് വെന്റിലേക്ക് മാറ്റി ഞങ്ങൾ ഒരു മണിക്കൂറായി ഒന്ന് റിലാക്സ് ചെയ്ത് വരുള്ളൂ. അപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഇന്നലെയാണ് വന്നത്. ഞങ്ങൾ വയനാട്ടിൽ ഒരു ഷാപ്പാണ്, ഒരു മെഡിക്കൽ കോളേജ് ഇല്ലാത്തതും. പിന്നെ മെഡിക്കൽ കോളേജിന്റെ ബോർഡ് വെച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജ് ആകൂല. അത് ഞങ്ങളെ വയനാട്ടിലൊരു ഷാപ്പാണ്.